ഭസ്മം ജീവിതം വ്യർത്ഥമാണെന്നും 1 കോടി രൂപ സമ്പാദിച്ചാലും ഒന്നും സമ്പാദിച്ചില്ലെങ്കിൽ മരിക്കുമ്പോൾ ഒരു പിടി ഭസ്മമാണ് മനുഷ്യ നീ ഒരു മണ്ണാണ് എന്ന തിരിച്ചറിവ് കാണിച്ചു തരുന്നു. കൂടാതെ ആ ഭസ്മം എവിടൊക്കെ ധരിക്കുന്ന പ്രദേശങ്ങളിൽ നമുക്ക് നീർക്കെട്ടുണ്ടാവില്ല, ജലദോഷം ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകാനാണെങ്കിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. സമയപരിമിതി കൊണ്ട് അതിലൊക്കെ ഒന്നും ഞാൻ കിടക്കുന്നില്ല. ഒരു 5-10 മിനിറ്റിനുള്ളിൽ ഞാനിത് കൺക്ലൂഡ് ചെയ്യാം. യഥാർത്ഥത്തിൽ 2 മണിക്കൂറുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പം ഇത്രയധികം ആൾക്കാർ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഇനിയും അടുത്ത പ്രോഗ്രാംസ് എടുത്തു പോകുന്നതിൽ അർത്ഥമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ വളർന്നു വരുന്ന നാളത്തെ മക്കളോട് നാളെ ഒരു സമയത്ത് രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നോ മറ്റ് സമുദായങ്ങളിൽ നിന്നോ ഒരു ക്വസ്റ്റ്യൻ വരാം. എന്തിനാ നിങ്ങളുടെ ഈ വിഷ്ണുവിന് ശംഖും ചക്രവും ഗദയും പത്മയും ഒക്കെ? നിങ്ങളുടെ ദേവി എന്തിനാ ഈ തലയോട്ടി എടുത്ത് കഴുത്തിലിട്ടിരിക്കുന്നത്? നിങ്ങളുടെ ശിവൻ്റെ രൂപഭാവത്തിൻ്റെ അർത്ഥം എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ they should answerable to them. They have the capability to answer them. They have the capacity to counter them. അതിനുവേണ്ടിയാണ് ഈ ആശയങ്ങളെ നമ്മളോട് പങ്കുവച്ചത്. ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ പറയട്ടെ, 5 വർഷം ചരിത്രം തുടർച്ചയായി പഠിച്ചൊരു വിദ്യാർത്ഥിയാണ് ഞാൻ. ആ ആധികാരികതയിൽ നിന്നുകൊണ്ട് തന്നെ സംസാരിക്കട്ടെ. ഇന്ന് ഈ ലോകത്ത് നിലനിൽക്കുന്ന എല്ലാ മതങ്ങളെക്കാളും ഏറ്റവും ചരിത്ര അടിത്തറയുള്ള മതമാണ് ഹിന്ദു സംസ്കാരം. അതിൻ്റെ 1-2 തെളിവുകൾ നിരത്തിക്കൊണ്ട് ഞാൻ ഈ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കും. ദ ഫസ്റ്റ് എവിഡൻസ്, ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും ആധികാരികതയുള്ള പ്രാചീന ഇന്ത്യ ചരിത്രം എഴുതിയ വ്യക്തി R.S. ശർമ്മയാണ്. R.S. ശർമ്മയുടെ ദ ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന പുസ്തകത്തിൻ്റെ 118-ാമത്തെ പേജ് പരിശോധിച്ചാൽ അവിടെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഇന്ത്യയുടെ ചരിത്രം ആരംഭിക്കുന്നത് സിന്ധു ഗംഗാ സമതല പ്രദേശങ്ങളിലാണ്. ഈ സിന്ധു ഗംഗാ സമതല പ്രദേശങ്ങളിൽ ഭരതഗോത്രവും പുരുവംശവും ചേർന്ന് കുരു എന്നൊരു വംശമുണ്ടായെന്നും ആ കുരുവംശം ഒരു മഹത്തായ യുദ്ധത്തിലേർപ്പെട്ടു. ആ യുദ്ധമാണ് കുരുക്ഷേത്രം. അതിനിടയിൽ അന്ന് ഉപയോഗിച്ചിരുന്ന പല ആയുധങ്ങളുടെയും അവശിഷ്ടങ്ങൾ കാണുന്നു. വർഷങ്ങൾക്ക് ശേഷം ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ചുവെന്ന ആധുനിക ശാസ്ത്രം കണ്ടെത്തുമ്പോൾ ആ കണ്ടെത്തലിനും എത്രയോ മുമ്പ് ആഗ്നേയാസ്ത്രം ഉപയോഗിച്ചിരുന്ന ഭാരത സംസ്കാരം നമുക്കുണ്ട്. കുരുക്ഷേത്ര യുദ്ധവും കുരുക്ഷേത്ര യുദ്ധഭൂമിയും ഒരു സത്യം തന്നെയാണ്. അവിടുത്തെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ കണ്ടെത്തലുകൾ അതിനെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ദ സെക്കൻഡ് എവിഡൻസ്, ദ്വാരക. ശ്രീകൃഷ്ണൻ്റെ ദ്വാരക കടലിനടിയിൽ താണുപോയി എന്നാണ് കഥയിലൂടെ കേട്ടത്. അതൊരു കഥയല്ല. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ മൊബൈലുണ്ട്, സ്മാർട്ട് ഫോണാണ്. ആ സ്മാർട്ട് ഫോണിൽ ദ്വാരക എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ യു ക്യാൻ സീ ദ ദ്വാരക അണ്ടർ ദ സീ. കടലിനടിയിൽ ദ്വാരക എന്ന കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ, പൊളിഞ്ഞു വീണ കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ, അവിടുത്തെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ അടിയിൽ കിടപ്പുണ്ട്. അപ്പോൾ ദ്വാരക ഒരു കഥയല്ല, അതൊരു ചരിത്ര സത്യമായിരുന്നു. ഹനുമാൻ സ്വാമി ചിരഞ്ജീവിയാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ അടുത്തിടയ്ക്ക് അജന്ത എല്ലോറ ഗുഹകൾക്ക് സമീപം ഒരു ദിവ്യ ജ്യോതിസ് കണ്ടുവെന്ന് കിർലിംഗ് ക്യാമറയിൽ പതിഞ്ഞു. ആ ക്യാമറയിലുള്ള ആ ചിത്രത്തെ അവർ ഡിറ്റക്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഹനുമാനുമായി രൂപസാദൃശ്യമുണ്ട്. ഇന്നും ആ ഗുഹകളിൽ ഹനുമാൻ സ്വാമി തപസ്സിലിരിക്കുന്നുവെന്ന് അവർ കണ്ടെത്തി. അടുത്ത എവിഡൻസ്, ഐഡൽ വർഷിപ്പ്, വിഗ്രഹ ആരാധന. വെറും ഒരു കല്ലെടുത്ത് വെച്ചങ്ങ് പ്രാർത്ഥിക്കുകയല്ല. അങ്ങനെയാണോ എന്നറിയാൻ വേണ്ടി യൂറോപ്പിയയിലെ ദ ഓറിയൻ്റൽ സയൻസ് ആൻഡ് റിസർച്ച് ടെക്നോളജി ഒരു കിർലിംഗ് ക്യാമറയുടെ സഹായത്തോടു കൂടി ക്ഷേത്രത്തിൻ്റെ ചുറ്റും ഒരു ഒബ്സർവേറ്ററി സ്ഥാപിച്ചു. അവിടെ അവർ കണ്ടെത്തിയത് ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിലിരിക്കുന്ന വിഗ്രഹമാകുന്ന ശിലയിൽ നിന്നും ഓരോ നിമിഷവും ഓരോ മിനിറ്റിലും ഓംകാരത്തിൻ്റെ പ്രഭാവലയങ്ങൾ ആ ക്ഷേത്രത്തിന് ചുറ്റും വർത്തുളാകൃതിയിൽ ഭ്രമണം ചെയ്യുകയാണ്. ഇന്നും പുരോഗതിയുടെ പടവുകൾ കയറി എന്ന് പറയുന്ന ആധുനിക ശാസ്ത്രത്തിന് ഈ ശക്തിയുടെ ഉറവിടം എന്താണെന്ന് നിർവചിക്കാൻ കഴിഞ്ഞിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് മഹത്തായ മാഗ്നറ്റിക് പവർ എന്ന ചരിത്രത്തിലൂടെ ഋഷി പരമ്പര നമുക്ക് സംഭാവന ചെയ്ത വിഗ്രഹ ആരാധന എന്ന കോൺസെപ്റ്റിന് ഇവിടെ ചരിത്രവും ശാസ്ത്രവും ഒരുപോലെ അംഗീകാരം നൽകിയിരിക്കുന്നു. നമ്മൾ വെറും ഒരു കല്ലിനെയല്ല പ്രാർത്ഥിക്കുന്നത്. ആ വിഗ്രഹത്തെ തൊഴുമ്പോൾ നമ്മുടെ തപസ്സിൻ്റെ, പ്രാർത്ഥനയുടെ, പൂജയുടെ ഫലമായി അതിന് ചുറ്റും ഒരു അനുഗ്രഹ വർഷമുണ്ടാവുന്നു. അതിനെയാണ് ഇന്നത്തെ ലോകം മാഗ്നറ്റിക് പവർ, കാന്തിക മണ്ഡലം എന്ന് വിളിക്കുന്നത്. മറ്റൊന്ന് കൈലാസ പർവ്വതം. മഹാവിഷ്ണുവിൻ്റെ സ്ഥലം, അദ്ദേഹത്തിൻ്റെ വാസസ്ഥലമോ ബ്രഹ്മാവിൻ്റെ വാസസ്ഥലമോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ മഹാദേവൻ്റെ വാസസ്ഥലം നമ്മൾ കണ്ടിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റും. എവിടെയാണ്?
ഇന്ന് നേപ്പാളിൻ്റെ ആ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്ന ഭാരതീയരുടെ, ഹൈന്ദവരുടെ ആർഷഭാരത സംസ്കാരത്തിൻ്റെ അഭിമാനമായി നിൽക്കുന്ന ഹിമാലയ പർവ്വതം, കൈലാസപർവ്വതം. കൈലാസപർവ്വതത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനായാണ് ഹിമാലയത്തിന് ഇന്ന് ഒരു നിർവചനം കൊടുത്തിരിക്കുന്നത്. ആ കൈലാസപർവ്വതത്തിലേക്ക് ചെല്ലുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ നമ്മളെ കാത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് നടന്ന് ചെല്ലുമ്പോൾ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഡേഞ്ചർ, നിങ്ങൾ ഇനി മുമ്പോട്ട് പോകരുത് എന്ന് പറയും. നമ്മൾ മലയാളികൾ എന്ത് ചെയ്യും? അത് കാണുമ്പോഴാണ് നമുക്ക് പിന്നെയും പോകാനൊരു ആവേശം, നമ്മൾ വീണ്ടും മുന്നോട്ട് പോകും. ആ സമയത്ത് ഒരു ശക്തി നമ്മളെ പിടിച്ച് പുറകോട്ട് വലിച്ചിടും. ഏതാണ് ആ ശക്തി എന്നിന്നും ഒരു ശാസ്ത്രലോകവും കണ്ടെത്തിയിട്ടില്ല. കൈലാസപർവ്വതത്തിന് മുകളിൽ ചില പ്രത്യേക സമയത്ത് ഒരു പുലർക്കാലമൊക്കെ ആവുമ്പോൾ ഒരു സ്ത്രീ രൂപത്തിലുള്ള ജീവജ്യോതിസ് ഇങ്ങനെ കടന്നു പോകും. എന്താണ് ആ ജീവജ്യോതിസിൻ്റെ ഉത്ഭവ രഹസ്യമെന്ന് ഒരു ശാസ്ത്രവും കണ്ടെത്തിയിട്ടില്ല. കൈലാസപർവ്വതത്തിൻ്റെ മുകളിൽ ചില സമയത്ത് മഞ്ഞുമഴ പെയ്യുന്നതിനോടൊപ്പം അഗ്നിമഴ പെയ്യുന്നതായി കണ്ടു. എന്താണ് അതിന് പുറകിലെ സയൻസ് എന്ന് ഇന്നും ഒരു ശാസ്ത്രലോകവും കണ്ടെത്തിയിട്ടില്ല. അതെ, പുരോഗതിയുടെ പടവുകൾ കയറിയെന്ന് അവകാശവാദം ഉന്നയിക്കുമ്പോഴും ശാസ്ത്രത്തെയും ചരിത്രത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് അനവധി പ്രപഞ്ച സത്യങ്ങളെ സംഭാവന ചെയ്തുകൊണ്ട് ഹൈന്ദവ സംസ്കാരം ലോകത്തിൻ്റെ നെറുകയിൽ ഉയർന്നു നിൽക്കുകയാണ്. അതെ,